അഡിക്ഷനുള്ള കുട്ടികളെ എങ്ങനെ നിയന്ത്രിക്കാം? പരിഹാരം പറയുന്നതിന് മുമ്പ് ഇത് കുട്ടികളുടെ വെസ്റ്റിബുലാർ നെർവസ് സിസ്റ്റം നാഡീവ്യവസ്ഥയുടെ വികാസത്തെ എങ്ങനെ ബാധിക്കുന്നു എന്ന് പറയാം. 1. കാഴ്ചക്ക് കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാവും. 2. സെൻസുകളുടെ ബാലൻസിൽ തകരാറുകൾ സംഭവിക്കും. 3. വികാരങ്ങൾ നിയന്ത്രിക്കുന്നതിൽ ബുദ്ധിമുട്ടുണ്ടാകും. 4. സംസാരശേഷിയിലും ശ്രദ്ധയിലും കാലതാമസം പിടിക്കും. പരിഹാരം സ്ക്രീൻ ഡിറ്റോക്സ് ചെയ്യാമെന്നുള്ളതാണ്. കുട്ടികളെ സ്ക്രീനിൽ നിന്ന് പൂർണ്ണമായും അല്ലെങ്കിൽ നിശ്ചിത സമയത്തേക്ക് പരിമിതപ്പെടുത്തലാണ്. ഇതവരുടെ നാഡീവ്യവസ്ഥയ്ക്കും തലച്ചോറിനും വിശ്രമം നൽകലാണ്. ഇതിന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ചില പ്രവർത്തനങ്ങൾ പറയാം. 1. 7 മുതൽ 30 ദിവസം വരെ പൂർണ്ണമായും സ്ക്രീൻ ഒഴിവാക്കുക. ആദ്യ ദിവസങ്ങളിൽ കുട്ടികൾക്ക് പ്രയാസമുണ്ടാകും. ക്ഷമയോടെ പിന്തുണക്കുക. 2. ബാലൻസിനെയും ശരീരത്തെയും ഉത്തേജിപ്പിക്കുന്ന കളികൾ കളിപ്പിക്കുക. ഊഞ്ഞാലാടുക, കറങ്ങുക, സുരക്ഷിതമായി തലകീഴായി തൂങ്ങിക്കിടത്തുക, ഓടുക, ചാടുക, മുകളിലേക്ക് എറിയുക. 3. കളിപ്പാട്ടങ്ങളോ മറ്റോ ഭാരമുള്ള വസ്തുക്കൾ തള്ളി നീക്കിപ്പിക്കുക. മാവ് കുഴക്കുക, കളിമണ്ണിൽ കളിപ്പിക്കുക, പുൽത്തകളിൽ മലർന്ന് കിടത്തുക, കെട്ടിപ്പിടിക്കുക. 4. പ്രകൃതിയുമായി ബന്ധപ്പെട്ട കളികളിൽ ഏർപ്പെടുക. പുറത്ത് പറമ്പില്, മണലില്, ചെളിയില് ഒക്കെ കളിപ്പിക്കുക. ഇലകളും പൂക്കളും ശേഖരിപ്പിക്കുക, വെള്ളത്തിൽ കളിപ്പിക്കുക, പ്രകൃതിയിലെ ശബ്ദങ്ങൾ ശ്രദ്ധിക്കാൻ പ്രോത്സാഹിപ്പിക്കുക. 5. സാമൂഹിക ഇടപെടലുകൾ കൂട്ടുക. കുട്ടികൾക്ക് പുസ്തകങ്ങൾ വായിച്ചു കൊടുക്കുക, അവരുടെ വികാരങ്ങളെക്കുറിച്ച് സംസാരിക്കാൻ പ്രോത്സാഹിപ്പിക്കുക, പാചകം, വീട്ടുജോലികൾ തുടങ്ങിയവയിൽ അവരെ പങ്കുചേർക്കുക. ഇത്തരം കാര്യങ്ങളൊക്കെ കുട്ടികളെ സ്ക്രീനിൽ നിന്ന് മുക്തരാക്കുകയും അവരുടെ യഥാർത്ഥ വിജയത്തിന് ഇവ കാരണമായി തീരുകയും ചെയ്യും.